മതവർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ ABVP നേതാവ് വിശാലിൻ്റെ വീര ബലിദാനത്തിന് ഇന്ന് 14ാം ആണ്ട്. 2012 ജൂൺ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിശാൽ കൊല്ലപ്പെടുന്നത്. ഇന്ന് വിശാലിൻ്റെ വീട്ടിലും ക്രിസ്ത്യൻ കോളേജിൻ്റെ കവാടത്തിലും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ABVPയും പുഷ്പാർച്ചനയും സാംഘിക്കും സംഘടിപ്പിക്കും. ഒരാദർശദീപം കൊളുത്തു കെടാതായതാ ജന്മകാലം വളർത്തു അതിനായ ഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം. തിരഞ്ഞെടുത്ത ആദർശത്തെ മതഭീകരവാദികളുടെ ഭീഷണിയിൽ കൂസാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച വിശാൽ മാരകായുധങ്ങളുമായെത്തിയ അക്രമി സംഘത്തിൻ്റെ കത്തിക്കിരയായിട്ട് ഇന്ന് 14 വർഷം തികയുകയാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് കവാടത്തിൽ നവാഗതരായ വിദ്യാർത്ഥികളെ സരസ്വതി പൂജ നടത്തി സ്വാഗതം ചെയ്യുന്ന തിരക്കിലായിരുന്നു അന്നത്തെ ABVP നഗർ സമിതി പ്രസിഡന്റായിരുന്ന വിശാൽ. 2012 ജൂലൈ 16 അക്രമകാരികൾ നടത്തിയ ഗൂഢാലോചനയനുസരിച്ച് സംഘം ചേർന്നെത്തിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വിശാലിനെയും ഒപ്പമുള്ളവരെയും കുത്തി പരിക്കേൽപ്പിച്ചു. ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂലൈ 17 പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളെടുത്ത വിശാൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കടുത്ത ഭീഷണിയെന്ന് അതിനോടകം വിലയിരുത്തപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. ഇന്ന് സ്വർഗീയ വിശാലിൻ്റെ 14ാം ബലിദാന ദിനത്തിൽ RSS മുളക്കുഴ മണ്ഡലം, ABVP ആലപ്പുഴ ജില്ലാ സമിതിയും വിശാലിൻ്റെ മുളക്കുഴയിലെ വീട്ടിൽ പുഷ്പാർച്ചനയും സാംഘിക്കും നടത്തും. ക്രിസ്ത്യൻ കോളേജ് കവാടത്തിലും ABVP പുഷ്പാർച്ചന സംഘടിപ്പിക്കുന്നുണ്ട്. 13 വർഷങ്ങൾക്ക് മുൻപേ ഇസ്ലാമിക ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട സ്വർഗീയ വിശാലേട്ടൻ്റെ ബലിദാനി ദിനമാണ് ഇന്ന്. ദേശീയതയെ ഉയർത്തിപ്പിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ അതിക്രൂരവും പൈശാചികരവുമായാണ് അദ്ദേഹത്തെ വകവരുത്തിയത്. കേരള പൊതുസമൂഹം അതിന്നും മറന്നിട്ടില്ല. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും. ക്രിസ്ത്യൻ കോളേജിൻ്റെ മുന്നിൽ അദ്ദേഹം മരിച്ചു വീണ മണ്ണിൽ ഇന്നേ ദിവസം സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അടങ്ങുന്ന സംഘം പുഷ്പാർച്ചന നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംഘപരിവാർ പ്രസ്ഥാനവും ABVPയും ചേർന്ന് ഇന്ന് പുഷ്പാർച്ചന നടത്തും. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിൻ്റേത്. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ആസൂത്രണം നടത്തിയവരുമായി 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ജന്മകാലം വളർത്തു അതിനായ ഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം. ഒരാദർശദീപം കൊളുത്തു. ജനം, ആലപ്പുഴ.